എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്ത് പറയുന്നു? അപ്പം 3 ദിവസമായിട്ട് ഞാനിട്ട പായസങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാവരും? അതുപോലെ ഇന്ന് ചോതി ദിവസം തന്നെയാണ്. ഈ വർഷം 11 ദിവസം നമ്മൾ പൂവിടണം. അത്തം മുതൽ 10 ദിവസമല്ലേ ശരിക്കും നമ്മൾ ഓണം ആഘോഷിക്കാറ്. പക്ഷേ ഈ വർഷം 11 ദിവസം പൂക്കൾ ഇടണം. അപ്പോൾ ഇന്നും ചോതി ദിവസം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചോതി ദിവസത്തെ രണ്ടാമത്തെ പായസം കണ്ടു നോക്കാം. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കടലപ്പരിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച്. അതുപോലെ കുറച്ച് ചെറുപഴം എടുത്തു വെച്ചിട്ടുണ്ട്. ചെറുപഴം കുറച്ച് കറുത്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ, അതാണ് ഇത്. പിന്നെ ശർക്കര പാവ് വച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഉരുക്കിയിട്ട് അരിച്ച് വെച്ച്. പിന്നെ തേങ്ങ, ഒരു ബോക്സ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ കൊത്തിനുള്ള മുഴുവൻ തേങ്ങ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കായ ഉണ്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നെയ്യിൽ വറുത്ത് വെച്ചതാണ്. പിന്നെ നെയ്യുണ്ട്, പിന്നെ കുറച്ച് ഉപ്പും വേണം. നമുക്ക് ആദ്യം തന്നെ ഈ കടലപ്പരിപ്പ് നല്ലപോലെ ഒന്ന് വറുത്തിട്ട് കഴുകിയിട്ട് കുക്കറിൽ വേവിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ആദ്യം ഞാനിത് അടുപ്പ് കത്തിച്ച് ഉരുളിയിലോട്ട് ഈ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഞാനിത് ഉരുളി അടുപ്പിലോട്ട് വെച്ചു, അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കടലപ്പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലോട്ട് ഞാൻ കടലപ്പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കടലപ്പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അതുപോലെ പഴം ചെറുങ്ങനെ ഉരുട്ടിയെടുക്കാനുണ്ട്, അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാം. കടലപ്പരിപ്പ് വെന്ത് ഏകദേശം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുപഴവും കുറച്ച് അരിപ്പൊടിയും കൂടെ നല്ലപോലെ കുഴച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ട് നെയ്യിൽ വറുത്തെടുക്കാം. പഴം ഞാൻ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കട്ടെ, കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കട്ടെ. എന്നിട്ട് അതിൽ നമുക്ക് അരിപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കുഴച്ചെടുക്കാം നല്ലപോലെ. പഴം ഞാൻ പഞ്ചസാരയും കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഉരുട്ടാൻ പാകത്തിന് വേണം. അപ്പോൾ അരിപ്പൊടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ നല്ലപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കട്ടെ. ഇനി ഇതൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളകളൊക്കെ ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇത് കുറച്ച് ഇട്ടിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം പതുക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കോരിയെടുക്കട്ടെ. ഒത്തിരി കരിഞ്ഞവും വേണ്ട, ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ. ഈ പാത്രം ഒരു ശരിയില്ല, എണ്ണ താഴേക്ക് പോയി കളയുമെന്നറിയില്ല. പാത്രം ശരിക്കും അടുപ്പിൽ നിൽക്കുന്നില്ല, അതാണ് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ ഇനി അടുത്തത് ബാക്കി ഇവിടെ ഇട്ട് കൊടുക്കട്ടെ. പായസത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി. കടലപ്പരിപ്പ് വേവിച്ച് വെച്ചു. നമ്മുടെ പഴവും അരിയും കൂടെ നമ്മൾ ബോൾസാക്കി നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിനിടയിൽ ഞാൻ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഒക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിത് അടുപ്പ് കത്തിക്കട്ടെ. അടുപ്പ് കത്തിച്ച് ഉരുളി അടുപ്പിലോട്ട് വെച്ചു. നേരത്തെ നമ്മൾ ആ ബോൾസ് എണ്ണയിൽ വറുത്തെടുത്തില്ലേ, ആ നെയ്യ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച കടലപ്പരിപ്പില്ലേ, അതിട്ട് കൊടുക്കട്ടെ. ഞാൻ ഉടച്ചിട്ടൊന്നുമില്ല, അതേപോലെ വെന്തിട്ട് അതേപോലെ തന്നെയുണ്ട്. ഈ നെയ്യിൽ കിടന്ന് നല്ലപോലെ ഒന്ന് കടലപ്പരിപ്പൊന്ന് വറ്റി വരട്ടെ. കടലപ്പരിപ്പിൽ വെള്ളമൊക്കെ വറ്റിയേ നെയ്യിലിങ്ങനെ വഴറ്റിയെടുത്തു ഞാൻ. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി മധുരം എത്ര വേണോ അത്ര ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കര പാനിയിലുള്ള വെള്ളവും എല്ലാം ഒന്ന് വറ്റി, ഈ പരിപ്പൊന്ന് കുറച്ചുകൂടി ഒന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ശർക്കരയും നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നോക്കിയേ,
പരിപ്പിലോട്ട് ശർക്കര നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കട്ടെ. നമുക്ക് എത്ര കട്ടി വേണം അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പാലിൻ്റെ പായസത്തിന് എത്ര കട്ടി എത്ര നോക്കിയിട്ട് ഒഴിക്കാം. പായസം ഇത് ഏകദേശം തിളച്ച് രണ്ടാം പാലിൽ കിടന്ന് തിളച്ച് ഒന്ന് നമുക്ക് ആവശ്യമുള്ള പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്, വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടേ. ഇത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ലൂസുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് കട്ടിയാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമ്മളിവിടെ വറുത്ത് വെച്ച ഈ ബോൾസ് ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഇതാ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കട്ടെ കുറച്ച്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ച ഇത് തേങ്ങാക്കൊത്ത്, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയുണ്ട്, കിസ്മിസും അണ്ടിപ്പരിപ്പും അല്ലേ, അതുകൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാവേ. നേരത്തെ എടുത്ത് വെച്ച ഒന്നാം പാൽ ഇതാ ഞാൻ ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിപ്പോൾ ഒരു കടലപ്പരിപ്പ് പ്രഥമനായി. ഇനി നമ്മളെ മെയിനായിട്ടുള്ള ചെറുപഴം ബോൾസ് ഇട്ട് കൊടുക്കാം. അതുകൂടി ഞാൻ ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ ഇതാ ഇന്നത്തെ പായസം റെഡിയായി. അപ്പം നിങ്ങളെല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പം നാളെ നമുക്ക് പുതിയൊരു പായസമായിട്ട് കാണാം. താങ്ക് യു.